ഹായ് ഓൾ, വെൽക്കം ടു HB. അപ്പം നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കിൽ തന്നെ ഏറ്റവും വലിയ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയുടെ വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെ പറയാനായിട്ട് സാധിക്കും. കാരണം കേരളത്തിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ 111 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ, ആർക്കെല്ലാം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, എത്ര വയസ്സുള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 19 മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് June 8 ആണ് ലാസ്റ്റ് ഡേറ്റ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ ആ സൈറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വേണമെന്നുള്ളവർ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ് വൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, വേക്കൻസീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പറയുന്നത് ഏജിൻ്റെ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. 20-28 ഇയേഴ്സ് ആണ്. മിനിമം 20 വയസ്സും മാക്സിമം 28 വയസ്സുമാണ്. ഇതിൽ SC/ST കാൻഡിഡേറ്റ്സിന് 5 years ഏജ് റിലാക്സേഷനും, SC/ST കാൻഡിഡേറ്റ്സിന് 5 year ഏജ് റിലാക്സേഷനും, OBC കാൻഡിഡേറ്റ്സിന് 3 year ഏജ് റിലാക്സേഷനാണ് വരുന്നത്. ടോട്ടൽ ട്രെയിനിങ് സീറ്റ്സ് എന്ന് പറയുന്നത് 5000 സീറ്റ്സ് ആണ് വരുന്നത്. ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ്, ഒരു നമ്മുടെ ഇന്ന സ്പെസിഫിക് സബ്ജക്റ്റ് ഒന്നും പറയുന്നില്ല, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഒരു ഡിഗ്രി മാത്രമാണ്, അത് ക്വാളിഫൈ ചെയ്തിരിക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. 12 month ഓഫ് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. 12 മാസത്തെ ട്രെയിനിങ് ആണ് അവർ തരുന്നത്. സോ ഇനി ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമുക്ക് കേരളത്തിലെ വേക്കൻസി ജസ്റ്റ് ഒന്ന് നോക്കാം. 111 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റ് മാത്രമേ ഒരാൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റിൻ്റെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് കേരളത്തിൻ്റെ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത്രയും മാത്രമേ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നുള്ളൂ. ദെൻ പിന്നെ ഇതിൽ പറയുന്നതെന്ന് പറയുന്നത് അപ്പർ ഏജ് ലിമിറ്റിൽ തന്നെ നമ്മൾ പറഞ്ഞു SC/ST കാൻഡിഡേറ്റ്സിന് 5 year ഏജ് റിലാക്സേഷനും OBCക്ക് 3 year ഏജ് റിലാക്സേഷനെന്നും അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണം അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലും അതിൻ്റെ സൈസും ആണ് ഇവിടെ പറയുന്നത്. ദെൻ ഒരു എക്സാമേ വരുന്നുള്ളൂ. ആ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇത് പറയുന്നത്. ഫസ്റ്റ് തന്നെ ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ് 25 question 25 മാർക്സ് ആണ്. ഓവറോൾ 60 minutes ആണ്, 60 minutes ആണ് പറയുന്നത്. അതിന് സെക്ഷനായിട്ട് ടൈം ഒന്നും പറയുന്നില്ല. 60 minutes നിങ്ങളുടെ കയ്യിലേക്ക് തരും. ആ 60 minutesനുള്ളിൽ ഈ പറയുന്ന സെക്ഷൻസ് നിങ്ങളുടെ ഇഷ്ടത്തിന് മാക്സിമം ചെയ്ത് തീർക്കുക. നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് 25 question 25 മാർക്സ് ആണ് പറയുന്നത്. കമ്പ്യൂട്ടർ നോളജ് 25 question 25 മാർക്സ്. ഇംഗ്ലീഷ് 25 question 25 മാർക്സ് ആണ്. ടോട്ടൽ 100 question 100 മാർക്സ് ആണ് പറയുന്നത്. ഇംഗ്ലീഷ് ഓർ ഹിന്ദിയിലായിരിക്കും. മീഡിയം അത് ഓൺലൈൻ എക്സാം ആണ്, കമ്പ്യൂട്ടറിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് ഹിന്ദി ലാംഗ്വേജോ ഇംഗ്ലീഷോ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിന് ശേഷം പിന്നെ എക്സാമിന് ശേഷം ഒരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മാത്രമാണ് നടക്കുന്നത്. ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ 10th ആ ഒരു ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് വരുന്നില്ല. പിന്നെ ലോക്കൽ ലാംഗ്വേജിനെ പറ്റിയാണ് പറയുന്നത്. ഇത് കേരളത്തിലെ ലാംഗ്വേജ് ഇതാ പറയുന്നുണ്ട്, മലയാളമാണ്. പിന്നെ ഇതിൽ ഇതാണ് പോർട്ടൽ. അവർ പറയുന്ന അപ്ലൈ ചെയ്യാനുള്ള പോർട്ടൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ പോർട്ടൽ വഴിയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. പെർ മന്ത് 15,000 15,000 രൂപയാണ് ഒരു മാസം, ഓരോ മാസവും അവർ തരുന്ന എന്താ പേയ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പെർ മന്ത് 15,000 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രെയിനിങ് പീരീഡ് കഴിയുമ്പോൾ നമുക്കിതിനെ എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടിയിട്ട് ഇനി വരുന്ന ബാങ്ക് എക്സാമിനെല്ലാം അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വെയിറ്റേജ് തരുകയും നമുക്ക് അത് വഴിയിട്ടുള്ള എക്സാംസിന് കയറി പറ്റാനായിട്ടും സാധിക്കും. ഫീസ് വരുന്നത് SC/ST കാൻഡിഡേറ്റ്സിന് 200 രൂപ. ദെൻ ജനറൽ EWS OBC മെയിൽ കാൻഡിഡേറ്റ്സിന് 800 രൂപയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 600 രൂപയാണ് ഫീസ് പറയുന്നത്. ഓക്കെ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിനെ പറ്റിയാണ് ഡീറ്റെയിൽസ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ദെൻ ഇത് എക്സാംസിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ്സ്, അതിൻ്റെ ഏതൊക്കെയാണ് സൈസ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് താഴേക്ക് പറഞ്ഞു പോകുന്നത്. ഇത് എക്സാം സെൻറ്റേഴ്സ് ആണ്, ഏതൊക്കെ സെൻറ്ററിലാണ് എക്സാം നടത്തുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണമെന്നുള്ളവർ
അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യരുത്. നമ്മുടെ ഏറ്റവും വലിയ നാഷണലൈസ്ഡ് ബാങ്ക് ആയിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ ജൂനിയർ അസോസിയേറ്റിന്റെ വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. 111 വേക്കൻസീസ് തന്നെ ഉണ്ട്. അപ്പം ഇത് പെർ മന്ത് നമുക്ക് 15,000 കിട്ടുന്നുണ്ട്. നമുക്ക് 1 ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ്സാക്കാണ്ട് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. താങ്ക് യു.